എല്ലാവർക്കും പച്ചവളം ബേസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് CPOക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള PSC നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ ഒരു അവലോകനം. WCPO എക്സാം കഴിഞ്ഞു, CPO ഡ്രൈവറിൻ്റെ എക്സാമും കഴിഞ്ഞു. രണ്ടിനകത്തും 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഡ്രൈവർ CPOയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് വീട്ടിലെ മുതിർന്ന അംഗത്തിന് എന്നാണ് ശരി ഉത്തരം. എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നു എന്ന് ചോദിക്കാൻ കാരണം നമുക്ക് പറയാം എന്തുകൊണ്ട് വന്നു കാണും. ഇത് ചേഞ്ചായി വന്നതാണ്. CRPSയിൽ നിന്ന് BNSSലേക്ക് വന്നപ്പോൾ സമൻസിൽ വന്നൊരു ചേഞ്ചാണ്. ഒരു സമൻസ് കൈപ്പറ്റേണ്ട ആൾ അവിടെ ഇല്ല എങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗത്തിന് നൽകാം. നേരത്തെ അത് പുരുഷ അംഗമെന്നായിരുന്നു. അപ്പൊ സമൻസ് നമുക്കറിയാം 63 കോടതിക്ക് ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നുള്ള ആദ്യ നടപടിയാണ് സമൻസ്. സമൻസിന് 2 പകർപ്പുണ്ടാവും. ആദ്യ പകർപ്പിൽ ഒരു പകർപ്പിൽ ആ വ്യക്തി ഒപ്പിടണം, മറ്റേ പകർപ്പിൽ സമൻസ് നൽകുന്ന ആൾ കോടതിയിൽ എത്തിക്കണം. പിന്നെ സമൻസിലെ ആളില്ല എങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗത്തിന് നൽകാം. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ അതിന്റെ മേലുദ്യോഗസ്ഥൻ നൽകണം. ഇതൊക്കെ പഠിച്ചതാണ് നമ്മൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? എത്ര സമയപരിധിക്കുള്ളിൽ? ഇവിടെ നമുക്ക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. BNSSൽ നമുക്കറിയാം എത്ര ചാപ്റ്റർ ഉണ്ട്? 531ഓളം ചാപ്റ്ററുകളുണ്ട്. സെക്ഷനുകളുണ്ട്. 531ഓളം സെക്ഷനുണ്ട്. 39 ചാപ്റ്ററുണ്ട്. ചാപ്റ്റർ 1 അധ്യായമുണ്ട്. 2 പട്ടികയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ ചോദിച്ചിരിക്കുന്ന 5ാമത്തെ അധ്യായമാണ് ചാപ്റ്റർ. അപ്പോൾ 5ാമത്തെ അധ്യായത്തെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾ അറിയുക, അധ്യായമൊക്കെ PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. WCPO എക്സാമിന് അധ്യായമൊക്കെ ചോദിച്ചു. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അവിടെ എത്ര മണിക്കൂറാണ്? അവിടെ ആൻസർ 6 മണിക്കൂറിനുള്ളിലാണ്. നേരത്തെ അത് 6 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു, സമയപരിധി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് സമയപരിധി ഉണ്ട്. സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ 6 മണിക്കൂർ. അവിടെ നിങ്ങളൊരു കാര്യം അറിയുക, ആർക്കൊക്കെയാണ് അറസ്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കൊക്കെയാണ് അറസ്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുക? അത് കോടതി ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും, അതായത് പോലീസ് ഉദ്യോഗസ്ഥനാകാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാകും, പബ്ലിക് സർവൻ്റ് ആകും, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? അറസ്റ്റ് നടപ്പിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണേ? അപ്പോൾ അത് മനസ്സിലാക്കുക. 6 മണിക്കൂറിനുള്ളിൽ എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇനി BNSലെ ഒരു ക്വസ്റ്റ്യനാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറഞ്ഞവരിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? അപ്പോൾ ഇത് ചാപ്റ്റർ 6 ആണ്. ഇത് ഞാൻ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 2ലും വരും, BNSSലും വരും, BNSലും വരും. ഇത് BNS ആണ്, ഭാരതീയ ന്യായ സംഹിത എന്നാണ്. ഭാരതീയ ന്യായ സംഹിത BNSലെ 138ാമത്തെ വകുപ്പിലാണ് ഇത് വരുന്നത്. ഏതാണ്? അബ്ഡക്ഷൻ, ആളപഹരണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കറക്റ്റായി തന്നിട്ടുണ്ട്. അബ്ഡക്ഷൻ എന്നാൽ എന്ത്, ഏത് സെക്ഷനിലെന്ന്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഈ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷേ WCPO വന്നപ്പോൾ അത് കുറച്ച് പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. കാരണം കുറച്ച് ടഫായിട്ട് ചോദിച്ചു, ആ രീതിയിലാണ് വന്നത്. അപ്പോൾ അവിടെ നോക്കാം. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ഡക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 137 എന്താണ്? അത് ആൾമോഷണമാണ്. എന്താണ്? ആൾമോഷണം. അപ്പോൾ ആൾമോഷണവും ആളപഹരണവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ആൾമോഷണത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം? എന്താണ്? പറ്റിച്ചു കൊണ്ടുപോകുന്നു. ബലപ്രയോഗമൊന്നും അവിടെ ആവശ്യമില്ല, പറ്റിച്ചു കൊണ്ടുപോവുകയാണ്. ഉദാഹരണം നോക്കിയാൽ, ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ നിർബന്ധിച്ചാൽ അത് അബ്ഡക്ഷൻ തന്നെയാണ്. ഇവിടെ അബ്ഡക്ഷൻ അല്ലാത്തതാണ് ചോദിച്ചത്. ഒരു വ്യക്തിയെ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ പ്രേരിപ്പിച്ചാൽ, അത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണം. അത് വരും, അതും അബ്ഡക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ ആളെ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോവുക, അപ്പം അവിടെ വരുമ്പോൾ അത് ആൾമോഷണത്തിൽ വരുന്നതാണ്. കാരണം ആൾമോഷണം എത്ര വിധം? 2 വിധം. ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണവും നിയമപരമായ രക്ഷകർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള ആൾമോഷണം. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം എന്ന് പറയുമ്പോൾ ഇത് കിഡ്നാപ്പിങ്ങിൽ വരുന്നതാണ്. 137 വരുന്ന സെക്ഷനാണ് ഈ സെക്ഷൻ C, ഓപ്ഷൻ C. അപ്പോൾ അതാണ് ആൻസർ. ബാക്കിയെല്ലാം അബ്ഡക്ഷനിൽ വരുന്നതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണ്? 138. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എക്ക് അറിയാം. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്, ബെയർ ആയിട്ടുള്ള സെയിം എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. ഇസഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറഞ്ഞത് ശരിയായത് ഏത്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ BNSൽ നിന്നാണ്. BNSൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ BNSലെ 100 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. 100 എന്താണ്? BNS 100 അത് കുറ്റകരമായ നരഹത്യയാണ്. ഇനി 101 എന്താണ്? കൊലപാതകം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവണം. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. കാരണം ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന്. അപ്പോൾ ഇതിനർത്ഥം ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇത് നരഹത്യയുടെ ക്വസ്റ്റ്യൻ. നീ എക്ക് അറിയാം, അപ്പോൾ എക്ക് അറിഞ്ഞ് വെച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നേരിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എങ്കിലും ഇത് കൊലപാതകമായേനെ. അതിന് പകരം ബി എന്ന വ്യക്തി, അത് അറിയാത്തൊരു വ്യക്തിയാണ്, ബിക്ക് അത് അറിയില്ല. അറിയാത്തൊരു വ്യക്തിയെ കൊണ്ട് ഇസഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയാണ്. അപ്പം മനഃപൂർവ്വം അയാൾ മരണപ്പെടണം ഉദ്ദേശത്തോടെ വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നടന്ന കുറ്റമെന്ത്? ആൻസർ വെടിവെച്ച ആൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ മറ്റേ ആൾ കുറ്റകരമായ നരഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. കാരണം വെടിവെച്ചാളിന് അറിയില്ലല്ലോ, വെടിവെച്ചാളിന് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കുറ്റകരമായ നരഹത്യയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ആരെയാണോ ചെയ്യിപ്പിച്ച അയാൾക്ക് അറിയില്ലല്ലോ, അപ്പോൾ അയാൾ നിരപരാധിയാണ്. അപ്പോൾ ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. അപ്പം 100 എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ, 101 കൊലപാതകം. ഇനി 100ന്റെ ശിക്ഷ 105 പറയുന്നത് കേട്ടോ, 101ന്റെ ശിക്ഷ 103. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ? അപ്പോൾ 2023 BNS ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ, അപ്പോൾ സ്ത്രീയെ വിവസ്ത്രയാക്കുന്ന ആ സെക്ഷൻ തന്നെ, അതാണ് ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. കണ്ടോ, അതായത് സംഭവിച്ചിരിക്കുന്നത് സെക്ഷൻ തന്നിട്ട് കാര്യവും തന്നു. അതാണ് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ, അപ്പോൾ അത് 76. അത് ഏതൊരാളും എന്നാണ് ആൻസർ. അങ്ങനെ സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ഉപദ്രവിക്കുന്ന ഏതൊരാളും സെക്ഷൻ 76 പ്രകാരം ശിക്ഷാർഹമാണ്. അത് ഏതൊരാളും. എത്ര വർഷം കിട്ടും? 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. 3 മുതൽ 7 വർഷം. ഇനി അതിനകത്ത് 74 മുതലേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് പറയുന്നത് കേട്ടോ. 74 മുതൽ അങ്ങോട്ട് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതിന് മുമ്പേ 63 ബലാത്സംഗമൊക്കെ പറയുന്നുണ്ട്. 74 എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അപമാനിക്കണമെന്ന രീതിയിൽ അവൾക്ക് നേരെ നടത്തുന്ന കയ്യേറ്റമോ ബലപ്രയോഗമോ ഒക്കെ 74-ലും. എന്നാൽ 75-ൽ വരുന്നത് പീഡനമാണ്. പീഡനം വരെ 75-ൽ വരുന്നത് പീഡനമാണെന്ന് ഓർമ്മിക്കുക. സ്ത്രീയെ പീഡിപ്പിക്കുന്നു. എന്തൊക്കെയാണ് പീഡനത്തിൽ വരുന്നത്? സ്ത്രീയുടെ നേരെ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശനം, സ്ത്രീയോട് ലൈംഗികത ആവശ്യപ്പെടൽ, പോർണോഗ്രഫി, ഇതൊക്കെ പീഡനത്തിൽ വരാം. അതുപോലെ കമൻറ്റുകൾ, ഇതൊക്കെ ഓക്കെ. അതുപോലെ തന്നെ 76 വിവസ്ത്രയാക്കുക. 77 ഓയർസ ഒളിങ്ങി നോട്ടം. 77 ഓയർസ ഒളിങ്ങി നോട്ടം. ആദ്യ തവണ ചെയ്താൽ 1 മുതൽ 3 വർഷം, വീണ്ടും ചെയ്താൽ 3 മുതൽ 7 വർഷം. അതുപോലെ 78 സ്റ്റോക്കിംഗ് ആണ്, സ്ത്രീകളെ പതുങ്ങി പിൻപറ്റുക, പതുങ്ങി പിൻപറ്റുക അല്ലെങ്കിൽ പൂവാല ശല്യം എന്നൊക്കെ പറയും. 78 അതിന് ആദ്യ തവണ ചെയ്താൽ 3 വർഷം, വീണ്ടും ചെയ്താൽ 5 വർഷം. അതുപോലെ 79 നമുക്കറിയാം. എന്താണ് 79? സ്ത്രീകളെ ഭർത്താവിൻ്റെ ബന്ധുക്കളോ നടത്തുന്ന ക്രൂരതയാണ്, അവിടെ പറയുന്നത്. ക്രൂരതയല്ല, സോറി, അത് എന്താണ് നമ്മൾ 85-ൽ വരുന്നു. 79-ൽ വരുന്ന സെക്ഷൻ സ്ത്രീകളോട് ആംഗ്യം കാണിക്കുക. 85 കൂടെ ഞാൻ എഴുതിത്തരാം, അപ്പോൾ അത് ഒരുമിച്ച് അങ്ങ് പോകും. 85, 87 ക്രൂരത. 79 ഈ ആംഗ്യം, മോശമായിട്ടുള്ള ശബ്ദം, ആംഗ്യം, വസ്തു തുടങ്ങിയവ കാണിച്ചാൽ 3 വർഷമാണ്. ക്രൂരതയ്ക്ക് 85 പ്രകാരം അവിടെയും 3 വർഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു വെക്കുക. ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ചാപ്റ്റർ BNSലെ ചാപ്റ്റർ ഏതാണ്? 5 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. അടുത്തത്, തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. BNS 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? ഇത് ചാപ്റ്റർ BNSലെ ചാപ്റ്റർ 17 ചാപ്റ്ററാണ്. ചാപ്റ്റർ 17 BNSലെ ചാപ്റ്റർ 17. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. BNS 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? വളരെ സിമ്പിളാണ്. സ്നാച്ചിങ് അല്ലെങ്കിൽ പിടിച്ചുപറി എന്ന് പറയാം.
സ്നാച്ച്. അപ്പോൾ ഇത് 304 വരുന്നത്. BNSലെ 304 സ്നാച്ചിങ് വരുന്നത്. 304 ക്ലിയർ ആണ്. 304. അടുത്തത് ഓർമ്മിക്കേണ്ടത് 303 എന്താണെന്ന് നോക്കണം. 303 എന്താണ്? 303 മോഷണമാണെന്നറിയാം. 303 മോഷണം. അപ്പോൾ 303 മോഷണം, 304 പിടിച്ചുപറി. മോഷണം നമുക്കറിയാമല്ലോ, ഒരു ജംഗമ വസ്തു, ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി എടുക്കാൻ മാത്രമേ മോഷണത്തിൽ സാധിക്കുകയുള്ളൂ. എടുക്കാൻ പറ്റാത്ത വസ്തുക്കളൊന്നും എടുക്കാൻ പറ്റില്ല, അല്ലെ? അതായത് സ്ഥാവര വസ്തുക്കൾ മോഷണത്തിൽ നടപ്പില്ല. കാരണം എന്താ? ഒരു വീടിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. അപ്പം മോഷണത്തിൽ ജംഗമ വസ്തുവാണ്. 303 മോഷണമാണ്. അതിന്റെ ശിക്ഷ 3 വർഷം എന്നൊക്കെ പഠിച്ചു. 304 പിടിച്ചു പറയാണ്. 308 ഇത് എന്താണ്? അപഹരണം. 308. അപ്പം മോഷണത്തെ പറഞ്ഞത് പഠിച്ചു. അപഹരിക്കൽ 308 ആണ്. കവർച്ച 309 ആണ്. ഓക്കെ. അപ്പൊ അപഹരണവും കവർച്ച തമ്മിലുള്ള വ്യത്യാസം എന്താ? അപഹരണം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി വാങ്ങുന്നതും കവർച്ച ഉപദ്രവിച്ച് വാങ്ങുന്നതും. നേരിട്ട് ഭയപ്പെടുത്തി വാങ്ങിച്ചാൽ പോലും അതെന്താണ്? അത് കവർച്ചയാണെന്ന് അറിയുക. ക്ലിയർ ആണ്. അടുത്തത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? അപ്പോൾ സെർച്ച് വാറണ്ട് എന്നാൽ എന്ത്? അപ്പോൾ ഇത് വീണ്ടും ചാപ്റ്ററിലേക്ക് വരുന്നു. BNSSലെ ചാപ്റ്ററിലേക്ക് വരുന്നു. സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ സമൻസ് ഉണ്ട്, വാറണ്ട് ഉണ്ട്, പിന്നെ സെർച്ച് വാറണ്ട്. സെർച്ച് വാറണ്ട് നിങ്ങൾ ഒരു വസ്തു ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ആ സെർച്ച് വാറണ്ട് എന്ത് ചെയ്യാം? അവിടെ നമുക്കൊരു ആ വസ്തു കണ്ടെത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയോ എന്ത് ചെയ്യാം? നമുക്കൊരു കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കാം പോലീസിന്. പോലീസ് അതിനെ അനുവദിക്കുകയാണെങ്കിലാണ് സെർച്ച് വാറണ്ട് വരുന്നത്. സെർച്ച് വാറണ്ടോടുകൂടി ഏതൊരു സ്ഥലത്തും പോയി എന്ത് ചെയ്യാം? ഏതൊരു വസ്തുവും പോലീസിന് തിരയാം, പിടിച്ചെടുക്കാം, തുടങ്ങിയവയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ അതിന് പ്രത്യേക പരമാവധി കാലയളവൊന്നുമില്ല. ഒന്നുകിൽ കോടതി അത് റദ്ദാക്കും വരെയോ അല്ലെങ്കിൽ അത് പിടിക്കുന്നത് വരെയോ. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയത്? പോലീസ് കസ്റ്റഡിയിലെ പ്രതി, ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ BSA ആണ്. നമുക്ക് പുതിയ നിയമമായ BSA അറിയാലോ, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന നിയമത്തിൽ BSA പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. BSA നമുക്കറിയാം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി നിലവിൽ വന്നൊരു നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ BSAയിൽ പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയത്? ഒന്ന്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത് എന്നൊക്കെ തരികയാണ്. ഇത് ഏത് സെക്ഷൻ ആദ്യം പറഞ്ഞുതരാം. 23. BSAയിലെ 23 ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. കാരണം ഈ രണ്ട് എക്സാമുകളിലും ആദ്യത്തെ ഡ്രൈവറിൻ്റെ പരീക്ഷയിൽ 2 ക്വസ്റ്റ്യനും ഈ ഒറ്റ സെക്ഷനും ചോദിച്ചു. രണ്ടാമത്തെ WCPO പരീക്ഷയിലും 1 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചു. അതിനർത്ഥം 4 ക്വസ്റ്റ്യനാണ് BSAയിൽ വന്നത്. അതിൽ 3 23ാമത്തെ വകുപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത്. അത് തെറ്റാണ്. പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം അവിടെ പ്രാവർത്തികമാവില്ല. അടുത്ത്, ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല. അതേപോലെ കുറ്റസമ്മതം പോലീസ് നിർബന്ധമായി വീഡിയോ ചിത്രീകരിക്കണം. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനും കുറ്റസമ്മതം സാധുവാകില്ല. ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലും സ്വീകാര്യമല്ല, മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണെങ്കിൽ സ്വീകാര്യമാണ്. അപ്പോൾ അതും തെറ്റാണ്. തെറ്റായതല്ലേ ചോദിച്ചിരിക്കണം, ശരിയായതല്ലേ ചോദിച്ചിരിക്കണം. അപ്പോൾ ഇത് തെറ്റാണ്. കുറ്റസമ്മതം പോലീസ് നിർബന്ധമായും വീഡിയോ ചിത്രീകരിക്കണം. ഓക്കെ, അതും തെറ്റാണ്. കാരണം കുറ്റസമ്മതം പോലീസ് എടുക്കുന്നതേ ശരിയല്ല. പക്ഷേ ലാസ്റ്റിലെത്തതാണ് ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏതാണ്? ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ് എന്ന് ഓർമ്മിക്കുക. അതാണ് ഇതിൽ ആപ്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ. അത് ഓർമ്മിക്കുക. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഓർമ്മിക്കുക. അടുത്തത്, താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നുവെങ്കിൽ, അപ്പോൾ താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം, ഇതും 23 നിന്നാണ് ചോദിച്ചത് കേട്ടോ. 23ാമത്തെ വകുപ്പിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 23. ഒരു ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി സമ്മതിക്കുന്നു, മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്താൽ എന്ത് ചെയ്യാം? ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ പോലീസിനോട് പറഞ്ഞാലും ആയുധം ഇരിക്കുന്നുണ്ട്, ആയുധം കണ്ടെടുത്താൽ തെളിയിക്കാവുന്നതാണ്. അത് തന്നെ കറക്റ്റ് എന്നല്ല എൻ്റെ അർത്ഥം. അത് വെച്ച് പോലീസിന് തെളിയിക്കാം, മുന്നോട്ട് പോകാം.
ഇനി മറ്റുള്ള ഓപ്ഷനുള്ള പ്രശ്നം എന്തെന്ന് നോക്കാം. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് പ്രതി മൊഴി നൽകിയത് എന്നതിനാൽ ആ മൊഴി പ്രതിക്കെതിരെ തെളിയിക്കാനാവില്ല. അത് കറക്റ്റ് എന്താണ്? പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുക അല്ലേ? ഇത് കറക്റ്റാ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ ആണ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് പ്രതി മൊഴി നൽകിയതിനാൽ മൊഴി തെളിയിക്കാനാവില്ല. അതുപോലെ പ്രതി കുറ്റം ചെയ്തു വന്നത് തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതെങ്ങനെ തെളിയിക്കപ്പെടില്ല? പ്രതിയുടെ മൊഴി പോലീസിനുള്ള കുറ്റസമ്മതം അല്ലെങ്കിൽ മാത്രമായി ഇത് തെളിവായി സ്വീകരിക്കാം എന്ന് പറയുന്നു. അതും ശരിയല്ല. അപ്പൊ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണെന്നറിയാം. ഏറ്റവും ആൻസർ ആക്ട്. കാരണം ബാക്കിയൊക്കെ ചെറിയ സാമ്യത ഉണ്ടെങ്കിൽ തെളിയിക്കപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ആയുധം കിട്ടിയ ഉടൻ തെളിയിക്കാനൊന്നും പറ്റില്ല. കാരണം ആയുധം ആര് കൊണ്ടുവച്ചതെന്ന് അറിയാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഓക്കെ, ക്ലിയർ. അപ്പോൾ അതിൽ ഏറ്റവും പറ്റിയ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് കേരള പോലീസ് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള പോലീസ് ആക്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? അവിടെ നമുക്ക് നോക്കാം. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ആർക്കാണ്? ചോദിച്ചാൽ അറിയാനുള്ള അവകാശം ഏതൊരു പൗരനും എന്നാണ് ആൻസർ. നമുക്കറിയാം കേരള പോലീസ് ആക്ടിൽ 8 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പരീക്ഷയിലും 8 ഉണ്ടാവും. ഉദാഹരണത്തിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ ലഭിക്കണം? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെല്ലാം അവകാശം ലഭിക്കണമെന്നാണ് 8 പറയുന്നത്. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കേണ്ടത് 8 എന്താണ് അവകാശം? 1, പോലീസ് സ്റ്റേഷനിൽ ഏതൊരു സമയത്തും കയറി ചെല്ലാനുള്ള അവകാശം, സമാധാനപൂർവ്വം കയറി ചെല്ലാനുള്ള അവകാശം, പരാതി പറയാനുള്ള അവകാശം, മേലുദ്യോഗസ്ഥനെ കാണുവാനുള്ള അവകാശം, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി പറയാനുള്ള അവകാശം, അതുപോലെ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ തൻ്റെ പരാതിയുടെ ഉള്ളടക്കം നിങ്ങൾ എഴുതേണ്ട, പോലീസുകാർ എഴുതാനുള്ള അവകാശം, കൈപ്പറ്റി രസീത് ലഭിക്കുന്നതിനുള്ള അവകാശം, ഒരു പ്രത്യേക വ്യക്തി കസ്റ്റഡിയിലുണ്ടോ എന്ന് അറിയുവാനുള്ള അവകാശം. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്, അത് ഓർമ്മിക്കാം. അടുത്തത്, XY എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ X ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ശരിയായ നടപടി എന്ത്? അപ്പോൾ XY എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കവേ, എന്ത് ചെയ്യുന്നു? നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ശരിയായ നടപടി എന്ത്? അപ്പോൾ അവിടെ X വീഡിയോ പകർത്തുന്നത് തടയാം, പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. അപ്പോൾ അവിടെ നമുക്കറിയാം 33 ഇത് കേരള പോലീസ് ആക്ടിലെ 33ാമത്തെ വകുപ്പാണെന്ന് അറിയുക. ഈ 33ാമത്തെ വകുപ്പിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. വേറെ ഒന്നും തെറ്റായിട്ടുള്ളത് വായിക്കണ്ട. എന്താണ്? പോലീസിനും എടുക്കാം, അവർക്കും എടുക്കാം, ആർക്കും തടയാൻ പാടില്ല. അപ്പോൾ അതല്ലേ കറക്റ്റ്, അത് ഓർമ്മിച്ചോളുക. അടുത്തത്, ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. അപ്പോൾ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 57ാമത്തെ വകുപ്പാണ് കേരള പോലീസ് ആക്ടിലെ 57ാമത്തെ വകുപ്പ്. ഒരു വ്യക്തിയെ കാണാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് സ്വീകരിക്കേണ്ടത് എന്തൊക്കെ? ഞാൻ ഈ പറയുന്ന വകുപ്പുകളോട് നിങ്ങൾ വായിക്കണം, ഇത് തന്നെ ചോദിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതാ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അസാധാരണ മരണം നടന്ന FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക, കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്ത് വെച്ചും പരിശോധന നടത്തുക, ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക, കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. അപ്പോൾ ഇതിൽ ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തത് തെറ്റാണ്. കാരണം എന്താ? കാണാതായാൽ ഉടനെ അസാധാരണ മരണം നടന്നു പറഞ്ഞ് FIR അല്ല ചെയ്യേണ്ടത്. കാണാതായി എന്ന് പറഞ്ഞാൽ അസാധാരണ മരണം അല്ല സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ അത് തെറ്റാണ്. ബാക്കി ശരിയാണ്. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക, ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അത് സാക്ഷികൾക്ക് നൽകുക, കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. അപ്പോൾ ഈ 3 കാര്യമാണ് അവിടെ നോക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആണ്. അപ്പോൾ കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരിയാണെന്ന് ഓർമ്മിക്കുക. 2, 3, 4 ശരി എന്ന ഓപ്ഷനാണ് ശരി ഉത്തരം എന്ന് ഓർമ്മിക്കുക. അടുത്തത്, NDPS 1985 നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കുന്നതും, പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും, പോലീസിന് നേരിട്ട് കൊടുക്കാൻ കഴിയാത്തതും ജാമ്യം ലഭിക്കുന്നതും, പോലീസിന് നേരിട്ട് കൊടുക്കാൻ കഴിയാത്തതും ജാമ്യം ലഭിക്കാത്തതും. അപ്പോൾ ഇവിടെ ആൻസർ NDPS 1985 83 വകുപ്പുകൾ അല്ലേ? പ്രധാനമായിട്ട് 83 വകുപ്പുകളാണ് NDPSലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ കുറ്റങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട സെക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 25 എന്താണ്? 25 എന്താണ് പറയുന്നത്? 25 ഒരു വ്യക്തി എന്താണ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ ഉണ്ടോ, അയാൾക്ക് എന്താണ് സഹായം നൽകുക അല്ലെ, കുറ്റവാളികൾക്ക് അഭയം നൽകുക, വീടും പരിസരവും ഒക്കെ നൽകുക 25. 27 ഉപയോഗിക്കുന്നത്, 31 വധശിക്ഷയൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ് 37ാമത്തെ വകുപ്പാണ് ഈ ചോദിച്ചിരിക്കുന്നത്. 37ാമത്തെ വകുപ്പ്. ഈ 37ാമത്തെ വകുപ്പിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും എന്ന് പറഞ്ഞാൽ, പോലീസിന് നേരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊഗ്നൈസബിൾ കേസും നോൺ ബെയിലബിൾ കേസുമാണ് NDPS വരുന്നതെന്ന് ഓർമ്മിക്കുക. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ NDPS നിയമം ബാധകമാകുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ശരി തന്നെയാണ്, കാരണം സെക്ഷൻ 1 ആണ് ചോദിച്ചത്. ഇത് ശരിയാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. ശരിയാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരി എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരി ഉത്തരം. 1, 2, 3 ശരി. 1, 2, 3 ശരി. അടുത്തത് 2012 പോക്സോ അല്ലെ കുട്ടികളുടെ സംരക്ഷണ നിയമം, പോക്സോ നിയമം. അപ്പോൾ ഈ പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ശരി? ഒന്നുമില്ല, ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഈ നിയമം. ഇന്ത്യ മുഴുവൻ ബാധകമാണ്, വേറെ ഒന്നുമല്ല. അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് അധികം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഈ ക്വസ്റ്റ്യൻ. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. അതൊന്നുമില്ല, മുംബൈ ഹൈക്കോടതിയാണ് ആൻസർ. ഇതാണ് മുംബൈ ഹൈക്കോടതി. സോറി. അടുത്തൊരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ. IT ആക്ടിൽ നമുക്കറിയാം ഇത് 67A ആണ്. ഓക്കെ, ഇത് ഡൗൺലോഡിങ്ങും അതുപോലെ പ്രചരിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് വരുന്നത്. ആദ്യ തവണ ചെയ്ത് 5 വർഷവും 10 ലക്ഷവും, ആവർത്തിച്ചാൽ 7 വർഷവും 10 ലക്ഷവുമാണ് വരുന്നത്. പക്ഷെ ഇവിടെ അത് 7 വർഷവും 1 ലക്ഷവും എന്നായി മാറി. അപ്പോൾ ഇത് 10 ആക്കിയിരുന്നുവെങ്കിൽ നമുക്കിതിന് ഓപ്ഷൻ ബി കൊടുക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഓർമ്മിക്കാനുള്ളത് കേട്ടോ. വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം ഏത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൈബർ ടെററിസം ആണ്, സൈബർ ഭീകരവാദ പ്രവൃത്തികൾ. അതിൽ 66 മുതൽ 66 ഹാക്കിംഗ് ആണ്. 66 ഹാക്കിംഗ്. അതിൽ 66A ഉണ്ട്. 66A എന്താണ്? 66A അത് നമുക്കറിയാം ക്യാൻസൽ ആയിപ്പോയ സെക്ഷനാണ്. 66A എന്താണ്? ക്യാൻസൽ ആയിപ്പോയതാണ് 66A. എന്താണ് 66A? അഭിപ്രായ സ്വാതന്ത്ര്യമാണ് 66A എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം മാർച്ച് 24, 2015 മാർച്ച് 24-നാണ്. 2015 മാർച്ച് 24-നാണ് ശ്രേയാ സിംഗൽ വേഴ്സസ് ഇന്ത്യ എന്ന കേസിലാണ് ഈ സെക്ഷൻ റദ്ദാക്കി. 66 ഹാക്കിംഗ് ആണ്. 66B എന്ന് പറഞ്ഞാൽ മോഷണം അല്ലെ, ഇലക്ട്രോണിക് വസ്തുക്കൾ മോഷ്ടിക്കുന്നു, സ്വീകരിക്കുന്നു തുടങ്ങിയവയാണ്. 3 വർഷവും 1 ലക്ഷം. 66C എന്ന് പറഞ്ഞാൽ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ അല്ലെ, സ്വത്വാപഹരണം എന്നൊരു സെക്ഷനാണ് 66C വരുന്നത്. 3 വർഷവും 1 ലക്ഷം. 66D എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാം വ്യാജം അല്ലെ, ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയാം. വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കുക, അവിടെ വരുന്ന 66D ആണ്. അതുപോലെ 66F എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ചിത്രങ്ങൾ, സ്വകാര്യ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു, അവിടെയും 3 വർഷം 2 ലക്ഷമാണ്. 66Fൽ വരുമ്പോൾ മാത്രം ഭീകരതയ്ക്ക് ജീവപര്യന്തം. അടുത്തൊരു കേസാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കേസും ചോദിച്ചിട്ടുണ്ട്. പേജ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ ആൻസർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലുള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ വരുന്നത്? വിവരം നമുക്കറിയാം, വിവരം 2 ആണ് അല്ലേ. 2 ആണ് വിവരം എന്നതിൽ വരുന്നത്. 2 അപ്പോൾ ആ 2 വരുന്ന വിവരം എന്നതിൽ എല്ലാം വലിയ പ്രമാണങ്ങൾ വരാം, ഇമെയിലുകൾ വരാം, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ച കാര്യങ്ങൾ വരാം. ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നമ്മൾ WCPയുടെ ക്വസ്റ്റ്യൻ ആണ്. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? അപ്പോൾ ഏകാന്ത തടവ് നമുക്കറിയാം, ശിക്ഷകളെ പറ്റി പറയുന്ന സെക്ഷൻ 4-ലാണ്. അതിനകത്ത് ഏകാന്ത തടവിനെ പറ്റി പറയുന്ന വകുപ്പ് 11-ലാണ്. അതിനകത്ത് 12-നകത്താണ് ഏകാന്ത തടവിന്റെ എത്ര കാലാവധി എന്ന് പറയുന്നത്. അപ്പം 4-നകത്ത് ശിക്ഷകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 തരം ശിക്ഷകളാണ് അല്ലെ. വധശിക്ഷ, ജീവപര്യന്തം, തടവ്, തടവിനെ തന്നെ 2 ഡിവിഷൻ, സാധാരണ തടവ്, കഠിന തടവ്, പിന്നെ സാമൂഹ്യ സേവനം, വസ്തു കണ്ടുകെട്ടൽ, പിന്നെ എന്താണ് പീഡ തുടങ്ങിയവയൊക്കെ വരും. അതിനകത്ത് കഠിന തടവുള്ള വ്യക്തിക്ക് മാത്രമാണ് ഏകാന്ത തടവ് കൊടുക്കുന്നത്. 1 വർഷത്തിൽ കൂടുതൽ കഠിന തടവ് കിട്ടാവുന്ന എല്ലാവർക്കും 3 മാസം വരെ എന്താണ് ഏകാന്ത തടവ് കിട്ടാം.
ഒറ്റയ്ക്ക് ഇടുന്നു. എന്നാൽ അതിനകത്ത് തുടർച്ചയായി എത്ര ദിവസം ഇടാമെന്ന് ചോദിച്ചാൽ, എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ 14 ദിവസമാണ് ആൻസർ. 14 ദിവസമാണ് ആൻസർ. അത് 12ാമത്തെ സെക്ഷനിലാണ്. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇതറിയാം. ഓക്കെ, ബാക്കിയുള്ള ബുക്കുകളിലോ ഇതിലൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. വേറെ ആക്ടും ചോദിച്ചതാണ്. വീണ്ടും ചാപ്റ്ററിലേക്ക് വരുന്നു. BNSSന്റെ ഏത് അധ്യായത്തിലാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അപ്പോൾ ക്രമസമാധാനവും ശാന്തതയും പറ്റി പറയുന്ന BNSSലെ വകുപ്പ് എന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, ചാപ്റ്റർ 11 ആണ്. ഏതാണ്? 11ലേക്ക് വരുന്നു. ചാപ്റ്റർ 11ലാണ് ചോദിച്ചത്. ട്രാങ്ക്വിലിറ്റി. ഇത് BNSൽ ചോദിച്ചാലും ക്രമസമാധാനം 11ൽ തന്നെയാണ്. രണ്ടിലും 11ലാണ് ചാപ്റ്റർ 11. അടുത്തൊരു അധികം എഴുതാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ആർക്കും എഴുതിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയായിട്ടാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി സംസ്ഥാന പോലീസ് മേധാവി. PSCയുടെ ആൻസർ ആണ് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് സിലബസിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കും അറിയില്ല, PSCക്കും അറിയില്ല. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. ഇത് ആൻസർ 7 വർഷമാണ്. കാരണം ഇത് 58ാമത്തെ BNSന്റെ 58ാമത്തെ വകുപ്പിലോട്ടൊക്കെ പോകുന്നതായിരുന്നു. അത് നമുക്ക് സിലബസിലേ ഇല്ല. ഓക്കെ, ഔട്ട് ഓഫ് സിലബസ് ആണ് ഈ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇത് പോക്സോയിലോ NDPSലോ ചോദിച്ചാൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയാൽ അതേ ശിക്ഷ എന്നല്ലേ പഠിക്കുന്നത്. അങ്ങനെ ചോദിക്കണമായിരുന്നു. ഇത് എന്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടില്ല. BNS ആണോ, BNSS ആണോ, പോക്സോയാണോ, NDPS ആണോ, ഒന്നും ചോദിച്ചിട്ടില്ല. വെറുതെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാധ്യത എന്താണെന്ന് കണ്ടറിയണം. ഓക്കെ, ഇതിന്റെ ആൻസർ തൽക്കാലം PSC കൊടുത്തത് 7 വർഷം വരെ. അടുത്ത ക്വസ്റ്റ്യൻ, BNSS അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിലുള്ള അവകാശവും അറിയിക്കണം. നമുക്കറിയാം ചാപ്റ്റർ 5 അറസ്റ്റിനെ പറ്റി പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്താൽ 40, മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ് നമ്മൾ പഠിച്ചു 41, അല്ലെ പോലീസിന്റെ അറസ്റ്റ് 35 തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തിക്ക് അവകാശങ്ങളുണ്ട്. അയാൾ എന്ത് കുറ്റത്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്തത്, അയാൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെക്ഷൻ 47 പോകും. BNSS പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിലുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. 47 പറയുന്നത്. ക്ലിയർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, 47. 49 എന്ന് പറഞ്ഞാൽ ദേഹപരിശോധന, 50 എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ പിടിച്ചെടുക്കുക, 51 മെഡിക്കൽ തുടങ്ങിയവയൊക്കെയാണ്. മെഡിക്കൽ. അടുത്ത എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 പ്രകാരം കേരള പോലീസ് ആക്ടിൽ 131ഓളം വകുപ്പുണ്ട്. 131ഓളം വകുപ്പുകളും അതിനകത്ത് 8 ചാപ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിച്ചത് കമ്മ്യൂണിറ്റി പോലീസിംഗ്. അറിയാമല്ലോ, നല്ലവണ്ണം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ പഠിക്കണം. 64ാമത്തെ സെക്ഷൻ പഠിക്കണം. കേരള പോലീസ് ആക്ടിൽ 64 അറിയാലോ, കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഒരു ജില്ലയിലെ പോലീസുകാർ ചില ഏരിയകളിൽ അവിടെ അല്ലേ ജനങ്ങളുമായിട്ട് സമ്പർക്കം കുറവുള്ള ഏരിയയിലാണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയെ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ നിർവഹിക്കുകയും അവർ പോലീസിനെ സഹായിക്കുകയും ചെയ്യണം. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആരെയൊക്കെ എടുക്കാം, ആരെയെല്ലാം എടുക്കാൻ പാടില്ല. 64ാമത്തെ സെക്ഷൻ വായിക്കണം. അടുത്തത്, ഭാരതീയ സാക്ഷ്യ അധീനത്തിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ. വീണ്ടും വരുന്നു സെക്ഷൻ 23 കുറിച്ച് വീണ്ടും വരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്ഷൻ 23 ആൻസർ. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്? അപ്പൊ തയ്യാറെടുപ്പ്, BNSലെ 129 ബലപ്രയോഗം എന്നാണ്, കുറ്റകരമായ ബലപ്രയോഗം. എന്നാൽ 130 കയ്യേറ്റം എന്ന് പറയുന്നത്. 130 കയ്യേറ്റം. അപ്പൊ കയ്യേറ്റത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 130. കയ്യേറ്റത്തിന്റെ മറ്റൊരു വാക്ക് നമുക്ക് ആക്രമണം എന്നെടുക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. അതിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, അതിക്രമം വരില്ലേ എന്ന്. പക്ഷെ PSCയുടെ ആൻസർ കീഴിൽ ആക്രമണം തന്നെയാണ് അതിൽ ആപ്റ്റായിട്ടുള്ള വാക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കയ്യേറ്റത്തിന്റെ മറ്റൊരു വാക്ക് ആക്രമണം എന്നെടുക്കാം. തയ്യാറെടുപ്പിനെ പറയുന്ന പേരാണ് കയ്യേറ്റം എന്നറിയുന്നത്. അടുത്തത്, ഭാരതീയ സാക്ഷ്യ അധീനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു ഡാഷാണ്. കാരിക്കേച്ചർ ഒരു രേഖയാണ്, സിമ്പിളാണ്. നമ്മൾ ഭാരതീയ സാക്ഷ്യ അധീനത്തിൽ 2 ക്ലോസ് D എടുക്കുക. 2 ക്ലോസ് D. നമ്മൾ ഈ ഓരോ ക്വസ്റ്റിനും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ സൈഡിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സ് കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണമെന്നാണ് അതിൻ്റെ അർത്ഥം. 2 ക്ലോസ് D ആണ് ഡോക്യുമെന്റ്, 2 ക്ലോസ് E ആണ് എവിഡൻസ്, 2 ക്ലോസ് F ആണ് ഫാക്ട്, 2 ക്ലോസ് G ആണ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ, 2 ക്ലോസ് K ആണ് പ്രസക്തം എന്ന് പറയുന്നത്, റിലവൻറ്റ്.
അപ്പോൾ അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധീനത്തിൽ എത്ര വകുപ്പുണ്ട്, എത്ര സെക്ഷൻ ഉണ്ട് തുടങ്ങിയവയൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കണം കേട്ടോ. അപ്പോൾ രേഖയാണെന്ന് അറിയുക. അടുത്തത്, ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് ചുമതല ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കണം. എങ്ങനെയാണ് ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? ഇത് നമ്മളെ BNSSലെ 34ാമത്തെ വകുപ്പാണ്. BNSSലെ 34ാമത്തെ വകുപ്പ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് ചുമതല ഉദ്യോഗസ്ഥനോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കണം. അപ്പോൾ അതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇതാണ് ഇവിടെ ഒരു ഓപ്ഷനൊക്കെ വന്നു. എക്സും ഒയ്യും എന്നാണ് കേട്ടോ, എക്സ് ഡു എന്നല്ല, എക്സും ഒയ്യും. ഇതിൽ ആൻസർ നമുക്ക് നോക്കാം. മോഷ്ടിച്ച വസ്തുക്കൾ, ഒരു ഗ്രാമത്തിന്റെ തലവൻ എന്ത് ചെയ്യണം? മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനടുത്തോ അടുത്തോ ഉള്ള സ്ഥിരമായ താമസ സ്ഥലം കണ്ട് അറിയിക്കണം. ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുണ്ടായ അസ്വാഭാവികമായ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ ഭാഗമോ കണ്ടാലും. അപ്പോൾ എക്സും ഒയ്യും നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. എക്സും ഒയ്യും ആൻസർ ആയിട്ട് എടുക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കാരണം 34ാമത്തെ വകുപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം. BNSSലെ 34ാമത്തെ വകുപ്പാണ് ഗ്രാമത്തലവനുമായി ബന്ധപ്പെട്ട വകുപ്പെന്ന് അറിയുക. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? PSCയുടെ ആൻസർ തദ്ദേശ ഭരണത്തലവൻ എന്നാണ് ആൻസർ. സാധാരണ എല്ലാവരും ചോദിക്കും RTO അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കിവിടെ തദ്ദേശ ഭരണത്തലവൻ എന്നാണ് ആൻസർ. അടുത്തത്, ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്നാണ്. ഇവിടെ വീണ്ടും BNSന് അകത്തോട്ട് പോയി. BNS നമ്മൾ കാണാതെ പഠിക്കാതെ ഡ്രൈവറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ, പക്ഷെ BNSന്റെ ഉള്ളിലോട്ട് ഈ ക്വസ്റ്റ്യൻ പോയി. അവിടെ ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ അത് BNSലെ 143 ചോദിച്ചിരിക്കുന്നത്. ആൾവാണിഭത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൾവാണിഭം. അതിനകത്ത് 5ാമത്തെ സബ്സെക്ഷൻ, ആൾവാണിഭത്തിലെ 5ാമത്തെ സബ്സെക്ഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 14 കൊല്ലത്തിൽ കുറയാത്ത കഠിനതടവ് ആണ് ഓർമ്മിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ആർക്കെല്ലാം? അത് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരനും ബാധകമാണ്. അത് അറിയാമോ, നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ NDPSലെ ക്വസ്റ്റ്യൻ ചോദിച്ചു. വീണ്ടും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NDPSലെ 31A, NDPSലെ 31A വധശിക്ഷ അല്ലെ, വധശിക്ഷ കിട്ടാവുന്ന സെക്ഷനുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു. NDPSലെ വധശിക്ഷ കിട്ടാവുന്ന സെക്ഷൻ അത് 19, 24, 27A. 19, 24, 27A. 19, 24. 19 അറിയാം, കർഷകൻ കറുപ്പ് കൃഷി. 24 അറിയാം, 27A അറിയാം. 24 എന്ന് പറഞ്ഞാൽ എന്താണ്? 19 കറുപ്പ് കൃഷി. 24 എന്ന് പറഞ്ഞാൽ അന്യ രാജ്യത്തുള്ള വ്യക്തിയുമായി സഹായം നൽകുക. 27A എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക സഹായം നൽകുക കുറ്റവാളികൾക്ക്. അത് പോക്സോയുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. അപ്പോൾ വ്യാജ പരാതികളുമായി ബന്ധപ്പെട്ടതാണ്. തൻ്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ അവിടെ 22 വ്യാജ പരാതികളുമായി ബന്ധപ്പെട്ട പോക്സോ വകുപ്പ് 22 ആണ്. 22ൽ വ്യാജ പരാതി കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും 6 മാസം വരെ തടവും പിഴയും കിട്ടും. പിന്നെ അതിൽ കുട്ടിയാണ് പരാതി കൊടുത്തെങ്കിൽ കുട്ടിക്ക് ശിക്ഷയില്ല. ഇനി ഒരു വ്യക്തി കുട്ടിക്കെതിരെയാണ് പരാതി കൊടുത്തെങ്കിൽ അയാൾക്ക് 6 മാസം എന്നുള്ളത് 1 വർഷമായി മാറും. ഇനി സെക്ഷൻ 23 കൂടെ നോക്കാം. 23 എന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമമാണെന്ന് അറിയുക. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം. അടുത്തത് പോക്സോയെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബന്ധപ്പെട്ട കുട്ടിയുടെ അനുമതിയില്ലാതെ വെളിപ്പെടുത്താൻ പാടില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ വെളിപ്പെടുത്താൻ പാടില്ല. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ പോക്സോ കോടതിയുടെ അനുമതിയില്ലാതെ മാധ്യമത്തിൽ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം ചെറിയ സംശയം വരുമെങ്കിലും കോടതിയുടെ അനുമതിയില്ലാതെ വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നാണ് ശരി ഉത്തരം. അടുത്തത് IT ആക്ട്. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്നാണ് നോക്കാം. കഴിയും.
അല്ലേ? അപ്പോൾ അവിടെ കഴിയുമോ എന്നാണ്. ക്രിമിനൽ ബാധ്യതയ്ക്ക് എന്ന് വെച്ചാൽ കഴിയും. അവിടെ ചോദിച്ചിരുന്ന അവിടെ ഓപ്ഷൻ എ ആണ് നോക്കാം. എ ആണ് കറക്റ്റ് ആൻസർ. ആണ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം 66 പ്രകാരം എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാം. ഇനി ഇല്ല എന്നുണ്ട് ഓപ്ഷൻ സി. IT ആക്ട് 43 പ്രകാരം നഷ്ടപരിഹാരം മാത്രമേ എ ബാധ്യസ്ഥനാക്കാൻ കഴിയൂ. അപ്പോൾ ഇത് രണ്ടും ആൻസറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരെണ്ണമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എക്ക് ആൻസർ കൊടുക്കാം. എ ആണ് PSC ആൻസർ. അടുത്തത് ഇതിൻ്റെ ഒരു ശരിയായ എന്താണ് മാച്ച് ദ ഫോളോയിങ് ആണ്. ആശയവിനിമയ സേവനത്തിലുള്ള കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നുള്ള ശിക്ഷ അത് 66 A ആണ്. അതിപ്പോൾ ഇല്ല. ഐഡന്റിറ്റി തെഫ്റ്റ് 66 C ആണ്. അത് ഓർമ്മിക്കുക. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം 66 D ആണ്. ഓർമ്മിക്കുക. സ്വകാര്യത ലംഘിച്ചാലുള്ള ശിക്ഷ 66 E ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ 1 തന്നെയാണ്. 2 4 വരുന്നു. 3 2 വരുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരി ഉത്തരം എന്നറിയുക. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത വിവരാവകാശം. വിവരാവകാശത്തിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാന്ന് നോക്കിയാൽ, സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ മൂന്നാം കക്ഷി രേഖാമൂലം അറിയിപ്പ് നൽകണം. 10 അല്ല 5 ആണ്. മൂന്നാം കക്ഷിക്ക് നൽകേണ്ടത് 5 ദിവസമാണ്. വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല എന്നുണ്ട്. മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല. മുകളിൽ പറഞ്ഞ ഒന്നുമില്ല. ആൻസർ മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്നാണ് ആൻസർ. കാരണം ഈ മൂന്നാം കക്ഷിക്ക് ഒരിക്കലും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. വാണിജ്യ രഹസ്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. മൂന്നാം കക്ഷിക്ക് നോട്ടീസിന് അപ്പീലും നൽകാം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാം കക്ഷി വിവരങ്ങൾ ഉൾപ്പെടുമ്പോൾ, സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള പകർപ്പവകാശം ലംഘിക്കുമ്പോൾ, സംസ്ഥാനവുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ, മുകളിൽ പറഞ്ഞു പോകുന്നില്ല. ഈ ക്വസ്റ്റിനും ഒരു കൺഫ്യൂഷൻ ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ആൻസർ PSC കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു സംശയമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം എന്താണ് PSC ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ഇതിൽ ഓപ്ഷൻ സി ആണ് PSCയുടെ ആൻസർ എന്നറിയാം. അപ്പോൾ തൽക്കാലം ഇത്രയുമാണ്. ഇപ്പം നിങ്ങളിത് കണ്ടിട്ട് പേടിക്കേണ്ട. ഞാനിപ്പോൾ പറഞ്ഞ അത്രയും PSCയുടെ ആൻസർ കീയാണ്. PSCയുടെ ആൻസർ കീയും PSC എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ഇത് നമുക്കൊരു ഐഡിയയാണ്. എന്താണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഏതൊക്കെ എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ വരുമെന്ന് നമ്മൾ പേടിക്കേണ്ട. മനസ്സിലായില്ല. ഇത് തന്നെ ഇനി വരും, കാണാതെ പഠിക്കണം, അതൊന്നും വേണ്ട. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇരുന്ന് പഠിച്ചോളൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും. ഓക്കെ ആണേ? ഓക്കെ. അപ്പോൾ താങ്ക് യു.